അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ബുധനാഴ്ച ദിവസം കേരളത്തിലെ തിയേറ്ററിൽ സിനിമകൾ എങ്ങനെ പോയി എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നോക്കാം. പൊതുവെ മഴക്കാലത്ത് സ്കൂൾ തുറപ്പ് എല്ലാം കൊണ്ടും ചിത്രങ്ങൾ പൊതുവെ ഡിമ്മാകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കഴിഞ്ഞ തിയേറ്റർ പ്രദർശനം തുടരുന്ന ചിത്രമാണ് സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. മികച്ച പ്രേക്ഷക പിന്തുണ നേടിയ ഈ ചിത്രം 6 ദിവസം കൊണ്ട് 3,35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ബുധനാഴ്ച ദിവസം ഈ ചിത്രം ഏകദേശം 25 ലക്ഷത്തിന് മുകളിൽ ഉള്ള കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഈ ചിത്രം 3.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. വേൾഡ് വൈഡ് ആയിട്ടുള്ള ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും 5.5-6 കോടി റേഞ്ച് തന്നെയാണ് ഈ ചിത്രം കളക്ട് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മികച്ച അഭിപ്രായം നേടുന്ന ഈ ചിത്രം മികച്ച രീതിയിൽ മുന്നോട്ട് പോകും, ഒരു വൻ വിജയമായി മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രമാണ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ നായകനായ നരിവേട്ട. നരിവേട്ട എന്ന ചിത്രം 20 ദിവസത്തോളം പിന്നിടുമ്പം ഈ ചിത്രം കേരളത്തിൽ നിന്ന് 16,58 ലക്ഷം രൂപയായിരുന്നു ചൊവ്വാഴ്ച വരെ ഈ ചിത്രം നേടിയെങ്കിൽ ഇന്നലെ ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ്. അങ്ങനെ 16,70 ലക്ഷത്തിലേക്ക് ഈ ചിത്രം എത്തുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം പ്രതീക്ഷിക്കുന്ന തുക 30 കോടിക്ക് അടുത്തുള്ള തുകയാണ്. 29-30 കോടിക്ക് അടുത്തുള്ള തുക തന്നെയാണ്. അതിൻ്റെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡിഗ്രി ഉജ്ജ്വലൻ എന്ന ചിത്രം 19 ദിവസം കഴിയുന്നു. ഈ ചിത്രം 4,78 ലക്ഷം രൂപ കളക്ട് ചെയ്തെങ്കിൽ ഇന്നലെ ഈ ചിത്രം കളക്ട് ചെയ്തത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ ഈ ചിത്രം 4,80 ലക്ഷത്തിലേക്ക് എത്തുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം പ്രതീക്ഷിക്കുന്ന തുക 6,50 ലക്ഷം രൂപയാണ്. തഗ് ലൈഫ് എന്ന AR റഹ്മാൻ എന്നിവർ ഒന്നിച്ചപ്പോൾ മലയാളത്തിലും അതുപോലെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മികച്ച അനുഭവം തരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ ചിത്രം തികഞ്ഞ പരാജയമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം 6 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് 2,52 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 38 കോടി രൂപയും, ഇന്ത്യ ഗ്രോഫായിട്ട് 49,80 ലക്ഷം രൂപയും കാണിക്കുന്ന ഈ ചിത്രം ഓവർസീസിൽ നിന്ന് 41 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ചൊവ്വാഴ്ച വരെ 91 കോടിയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ പ്രതീക്ഷിക്കുന്ന തുക 3 കോടി രൂപയ്ക്കടുത്താണ്. അങ്ങനെ ഈ ചിത്രം 7 ദിവസം കൊണ്ട് 94 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 100 കോടി ഇപ്പോഴും കടക്കാൻ പാടുപെടുന്ന തഗ് ലൈഫ് എന്ന ചിത്രം കമൽഹാസൻ്റെ കരിയറിലെ ഒരു പരാജയ ചിത്രമായി മാറുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമായിരുന്നു ഛോട്ടാ മുംബൈ എന്ന ചിത്രം. ഛോട്ടാ മുംബൈ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിൽ പുറത്തുവിടുന്നു. ഇപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഈ ചിത്രം ആദ്യ ദിവസം 37 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസം 59 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. മൂന്നാമത്തെ ദിവസം 68 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം 4-ാമത്തെ ദിവസം 38 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 5-ാമത്തെ ദിവസം ഇത് 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6-ാമത്തെ ദിവസം ബുധനാഴ്ച 30 ലക്ഷത്തിന് മുകളിലുള്ള തുകയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 2,37 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം 6-ാമത്തെ ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 2,70 ലക്ഷത്തിലേക്ക് എത്തുന്നതും സന്തോഷകരമായ കാര്യമാണ്. വേൾഡ് വൈഡായിട്ട് ഇത് ചിത്രത്തിന് പ്രതീക്ഷിക്കുന്ന തുക 3 കോടിക്ക് മുകളിലുള്ള തുകയാണ്. പുതിയ റിലീഫ് ചിത്രങ്ങളെ അപേക്ഷിച്ച് റിലീഫ് ചിത്രമായ ഛോട്ടാ മുംബൈ അൻവർ റഷീദ് മോഹൻലാൽ ടീം ഒന്നിച്ചപ്പോൾ അതൊരു മികച്ച അനുഭവമായി മാറുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. തലയും കൂട്ടരും അങ്ങനെ മലയാള സിനിമ കീഴടക്കുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ 6-ാമത്തെ ദിവസവും കാണുന്നത്. ഇന്നലെയും കളക്ഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് റിലീഫ് ചിത്രമാണ് എന്നാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ മോഹൻലാൽ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്നു. തൊട്ടതെല്ലാം പൊന്നാകുന്ന ലാലേട്ടനെയാണ് 2025 നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനിടയിൽ പുതിയതായിട്ട് ഒരു ചിത്രം 13-ാം തീയതി റിലീഫ് ചെയ്യുന്നുണ്ട്. ജൂൺ 13 ദഫന സംഹിതം ബന്ധുമിത്രാദികൾ എന്ന് ബിബിനാണ് തിരക്കഥയും സംവിധാനം ചെയ്യുന്നത്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കോമഡിയുടെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ചിത്രം
ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അനശ്വരരാജൻ നായികയാകുന്ന ഈ ചിത്രം ബൈജു, അഫീഫ് നെടുവങ്ങാട്, മല്ലിക സുകുമാരൻ എന്നിവരെല്ലാവരും അഭിനയിക്കുന്നുണ്ട്. ഈ ചിത്രം വരും ദിവസങ്ങളിൽ മലയാള സിനിമയ്ക്ക് പുതിയ ഊർജവും കരുത്തും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.